ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അതായത് ഡെവലപ്മെന്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെന്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഇവ തമ്മിലുള്ള ഒരു കോമൺ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, അതായത് സാധാരണ വാണിജ്യ ബാങ്കുകൾക്ക് നൽകാൻ കഴിയാത്ത സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ബാങ്കുകളാകുന്നു വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളും. അപ്പോൾ സാധാരണ വാണിജ്യ ബാങ്കുകൾ നൽകാത്ത സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സേവനം ചെയ്യുന്ന ബാങ്കുകളാകുന്നു, സർവീസ് ചെയ്യുന്ന ബാങ്കുകളാകുന്നു വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളും. ഇതാണ് ഇവ തമ്മിലുള്ള കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വികസന ബാങ്കുകൾ, അതായത് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വികസനത്തിന് വേണ്ടിയിട്ട്, വികസനം എന്ന് പറയുമ്പോൾ വലിയ സംരംഭങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ദീർഘകാലയളവിലേക്ക് വലിയ എമൗണ്ട് വായ്പകൾ കൊടുക്കുന്ന ഒരു ബാങ്കാകുന്നു വികസന ബാങ്കുകൾ. അതായത് വ്യവസായശാലകളിലെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ദീർഘകാലയളവിലേക്ക് വായ്പ നൽകുന്ന ബാങ്കുകളാകുന്നു വികസന ബാങ്കുകൾ. വലിയ സംരംഭങ്ങൾക്ക് വലിയ എമൗണ്ട് വായ്പ ഒരു ദീർഘകാലത്തേക്ക് കൊടുക്കുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാകുന്നു വികസന ബാങ്കുകൾ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആകുന്നു IDBI, IFCI ബാങ്കുകളൊക്കെ തന്നെ. ദെൻ സവിശേഷ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? സവിശേഷ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനുമുള്ള വായ്പ, അതുപോലെ ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുന്ന രീതിയിലുള്ള വായ്പകൾ, ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന വായ്പകൾ. അപ്പൊ അത്തരത്തിലുള്ള ഗ്രാമീണ പ്രദേശങ്ങൾക്കും കാർഷിക വികസനത്തിനും ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ട വായ്പകൾ കൊടുക്കുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാകുന്നു സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, ദാറ്റ് ഈസ് സവിശേഷ ബാങ്കുകൾ. അതിന് എക്സാമ്പിൾ ആകുന്നു എക്സിം ബാങ്ക്, സിഡ്ബി, നബാർഡ് തുടങ്ങിയ ബാങ്കുകളൊക്കെ സവിശേഷ ബാങ്കുകൾക്ക്, അതായത് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആകുന്നു. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ വലിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വായ്പ ദീർഘകാലയളവിൽ കൊടുക്കുന്ന ബാങ്കാകുന്നു വികസന ബാങ്കുകൾ. അതിന് എക്സാമ്പിളാണ് IFCI, IDBI ബാങ്കുകൾ. ചെറിയ സംരംഭങ്ങൾക്ക് ചെറിയ കാലയളവിലേക്ക് ചെറിയ എമൗണ്ട് വായ്പകൾ നൽകുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാകുന്നു സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. അതിന് എക്സാമ്പിൾ ആകുന്നു എക്സിം, നബാർഡ്, സിഡ്ബി തുടങ്ങിയ ബാങ്കുകൾ. നബാർഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ദെൻ സിഡ്ബി ഉണ്ട്. സിഡ്ബി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് എന്നാണ്. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആ ഒരു ടൈപ്പ് ഓഫ് ബാങ്കാണ് സിഡ്ബി. എക്സിം എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട്, ഇമ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാകുന്നു. അപ്പോൾ വലിയ കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് ബാങ്ക്, ചെറിയ കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.